ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി ലീഫിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വിനായക ഗാരേജിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. ഇത് കൊണ്ടോട്ടി റൂട്ടിൽ കൈതക്കുണ്ടയിലാട്ടോ ഈ ഷോപ്പുള്ളത്. പിന്നെ രാവിലെ നേരത്തെ വരണം, തലേന്ന് വന്ന് പറഞ്ഞ് നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ തലേന്ന് വന്ന് പറഞ്ഞ് രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ പണിക്കാരൊക്കെ വന്ന് വണ്ടി ചാക്കിച്ച് പൊന്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പണി തുടങ്ങാൻ പോവുകയാണ്. സർവീസൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. അതാ ടയറൊക്കെ അയച്ച് പണി തുടങ്ങിക്കഴിഞ്ഞ് ഫുള്ള് മണ്ണും ഗ്രീസൊക്കെയാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് ഗ്രീസ് അടിക്കാൻ പാടില്ല എന്നാണ് പറയണത്. ലീഫുമ്പിലൊന്നും ഗ്രീസ് വരി തേക്കരുത്, ടെമ്പർ കുറയുന്നാണ് പറയണത്. നമ്മൾ ഓയിൽ ക്യാൻ എടുത്തിട്ടും ഗ്രീസൊക്കെ ഇട്ട് നല്ലോണം തേക്കലുണ്ടായി. കണക്കിന് നല്ല നൂർന്ന് പോയി, കംപ്ലീറ്റ് ലോഡ് കയറ്റി നല്ല നൂർന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ 2 ലീഫ് അഡീഷണലായിട്ട് കയറ്റീനി. അപ്പം അത് പോരാ. അപ്പോൾ കംപ്ലീറ്റ് അയച്ച് 2 സൈഡും അയച്ചിട്ടുണ്ട്. അയച്ച് പുറത്താക്കിയിട്ടതാണ്. അപ്പോൾ രണ്ട് 3 4 5 6 7 8 9 10 8 ഉണ്ടായിരുന്നത്. ഞാൻ 2 ഞാൻ കൂട്ടിയതാണ് ആദ്യം. പിന്നെ ഇതിപ്പോൾ അതിൽ ഐക്യമല്ലേ, അപ്പോൾ ഒന്നും കൂടി എഡ്യൂഷനിൽ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. മൂപ്പരാണ് ലീഫ് വെൻ്റടിക്കുന്ന ആൾ. അത് അയച്ച് പീസാക്കുകയാണ് സാധനം. സെൻട്രൽ ബോൾട്ടൊക്കെ പൊട്ടിച്ച് ലീഫ് വേറാക്കി പീസാക്കി രണ്ട് സെറ്റ് ഒരേ ടൈമിലാട്ടോ വർക്ക് ചെയ്യണത്. 2 സെറ്റ് ഒരേമാതിരി അടിച്ച് പീസാക്കിയിട്ട് ഒരേമാതിരി എൻ്റെ അടിച്ചിട്ടാണ്. ആദ്യം രാമനാട്ടുകാരേന് അവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കി മാറിയതാണ്. പിന്നെ ഇവർ വർക്ക് നല്ല അടിപൊളി സൂപ്പർ വർക്കാന്ന് പറഞ്ഞ് കേട്ടപ്പം വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. പിന്നെ ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ, നല്ല തിരക്കുമാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും കിട്ടൂല. പിന്നെ തിരക്ക് കഴിയുന്നതനുസരിച്ച് അവർ വിളിക്കും. അല്ലെങ്കിൽ ഒരു തിരക്ക് അർജൻറ്റാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തരും ചെയ്യും. നമ്മളെ വണ്ടി എല്ലാവരും കണ്ടതാണല്ലോ, ടാറ്റ ഇൻട്ര V30 കേട്ടോ. ഇതിൻ്റെ മുന്നേ കൂട്ടി ലീഫ് ചെറിയൊരു കനക്കുറവുണ്ട്. അപ്പോൾ അതവരിങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഏകദേശം കനക്കുറവുണ്ട്, ഇതിൻ്റെ ലീഫ് കൂടേണ്ടത് വേറെ തന്നെയാണ്, ഇതിൻ്റെ തന്നെ ലീഫ് ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ പിന്നെ മാറ്റി അതാക്കി. ഒന്നും നമ്മൾ കൊണ്ടുപോകണ്ട കേട്ടോ, എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. അങ്ങോട്ട് വണ്ടിയായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, ഒരു സാധനം നമ്മൾ മേടിക്കണ്ട, എല്ലാം വല്ല കടയിലുണ്ടാവും. അടയാളം വെച്ചതാട്ടോ, നമ്മൾ ഷോക്ക് അബ്സോർബറിന് എത്ര നീളഞ്ഞ് പുറത്തേക്ക് ആവുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടേ. കൂട്ടിക്കഴിഞ്ഞാൽ പെൻ്റൊക്കെ അടിച്ചാൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അടയാളം വെച്ചതായിരുന്നത്. അപ്പോൾ ഗ്രീസൊക്കെ ചരണ്ടി പോക്കുക വെൻ്റടിക്കാൻ വേണ്ടിയിട്ടേ, തുടച്ച് വൃത്തിയൊക്കെ കഴിയുന്ന സർവീസ് ചെയ്ത് കൊണ്ട് ചെല്ലുകയാണെങ്കിൽ പണി കുറച്ച് സ്പീഡിൽ കഴിയും. ലീഫ് വൃത്തിയാക്കലും തുടക്കലൊക്കെ ആകുമ്പോൾ ലേശം ടൈം പിടിക്കും.
ഗ്രീസൊക്കെ ഒഴിവാക്കി തുടച്ച് അവർക്ക് പിടിച്ചടിക്കണ്ടേ, കയ്യിൽ നിന്ന് ഒഴുക്കാൻ പാടില്ലല്ലോ. പിന്നെ കണ്ടോ ഓരോ ലീഫും വെൻ്റടിച്ച് നല്ല കറക്റ്റ് നോക്കി കൊള്ളിച്ച് മാർക്ക് ചെയ്ത്, റെഡി അല്ലെങ്കിൽ പിന്നെയും മാർക്ക് ചെയ്യും, പിന്നെയും കൊടുക്കും, അടിക്കും. നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് എത്ര ടണ്ണ് കയറും, എത്ര വെയിറ്റ് എടുത്ത് പോവുക, ലോങ് പോകലാണോ, സിമെൻറ്റിൻ്റെ പണിയാണോ, എന്തിൻ്റെ പണിയാണൊക്കെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള അടികൾ അടിച്ച് സെറ്റാക്കി തരും കേട്ടോ. പിന്നെ നമ്മൾ ലോക്കൽ പണിയാണ്, എല്ലാ പണി എടുക്കണം പറഞ്ഞപ്പോൾ മൂപ്പര് വന്നപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ അയച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും ചെറിയ ലീഫ് വരെ നല്ല അടിപൊളിയായിട്ട് വെൻ്റടിച്ച് കയറ്റുന്നുണ്ട്. കമ്പനി തരുമ്പോഴൊക്കെ ആ ഏറ്റവും അടിയത്തെ ലീഫൊക്കെ 100 നിൽക്കുന്ന ലെവലിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർ ചെയ്യുമ്പോൾ കറക്റ്റ് ലീഫിൻ്റെ പണി കറക്റ്റ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ ആ ചെറിയ ലീഫ് വരെ വെൻ്റടിച്ച് കൊള്ളിച്ച് കയറ്റുക. അതാകുമ്പോൾ പെട്ടെന്ന് നൂരില്ല, അത്യാവശ്യം ലോഡ് കയറ്റാനും കഴിയും, വണ്ടി ഇരിക്കൂല തീരെ. വെറുതെ അങ്ങോട്ട് കൊള്ളിക്കലില്ല കേട്ടോ, അത് കറക്റ്റ് ചെയ്ത് സൂട്ടാക്കിയിട്ടേ കൊള്ളിക്കണുള്ളൂ. അവിടെ ഒരു സെറ്റ് 2 സെറ്റും അടിച്ച് ക്ലിയർ ചെയ്തതിന് ഒരു സെറ്റ് വിറ്റാക്കുകയാണ്. ഒരു സെറ്റ് വണ്ടിയും കയറ്റി, ഒരു സൈഡ് കയറ്റി, ഒരു സെറ്റ് വണ്ടിയിൽ കയറ്റി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെവലിൽ വണ്ടി പൊന്തിയാണ്. ഷോക്ക് അബ്സർ താത്തിയിട്ടില്ല, താത്തിയാ കിട്ടുന്ന കാര്യം കടമാണ് കണ്ടിട്ട്, കാരണം അതിന് മാത്രം വണ്ടി പൊന്തിയാണ്. 1 2 3 4 5 6 7 8 9 10 11. ഇപ്പോൾ 11 എണ്ണമായി. കമ്പനി തരുമ്പോൾ 8ഉം നമ്മൾ വെക്കുമ്പോൾ ഒരു 3 എക്സ്ട്രാ കയറ്റി കൊടുത്ത് അത്യാവശ്യം ലോഡ് കയറ്റാം. മറ്റേ പെട്ടെന്ന് ആ കട്ടയും തമ്മിൽ മുട്ടിപ്പോവും. കണ്ടോ നല്ല ഹൈറ്റിൽ വണ്ടി അത്യാവശ്യം പൊന്തി കിടക്കുക, നല്ല ലെവലിൽ വണ്ടി പൊന്തിയാണ്. ഷോക്ക് ആഫർ എത്തണില്ല, അതുകൊണ്ട് ഷോക്ക് ആഫർ കുടിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലോഡ് എടുത്തിട്ട് വണ്ടി ഒന്ന് ഇരുന്നതിന് ശേഷം കുടിക്കാൻ മതി എന്നാണ് പറഞ്ഞത്. കണ്ടോ അത്ര ലെവലിൽ ഷോക്ക് ആഫർ പൊന്തി കിടക്കുക. അപ്പോൾ താത്തണം, വണ്ടി ലാശം ഒന്ന് ഓടി ഇരുന്നാൽ മാത്രമേ ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ ചോദിച്ച് ഷോക്ക് ആഫറിൻ്റെ എന്തെങ്കിലും റൗണ്ടൊന്ന് വെച്ച് വെൽഡ് ചെയ്ത് കയറ്റണമെന്ന് ചോദിച്ചു. വേണ്ട, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇരിക്കും, അപ്പം കുടുങ്ങും, അപ്പോൾ ക്ലിയർ ആയിക്കോളും എന്ന് പറഞ്ഞ്.